എല്ലാവരും ശ്രദ്ധിച്ചോളി. പ്രിയമുള്ളവരെ, ഇതൊരു മെസ്സേജാണ്, നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാണ്ടില്ലേ. വേറൊന്നും ഉണ്ടല്ലോ, ഇതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ ഒരുപാട് ആളുകൾ അതിപ്പോൾ സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയമാണ്. അപ്പോൾ ഇന്നുണ്ടായ അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കുണ്ടായ പ്രശ്നം ഇതുണ്ടല്ലേ. ഇന്ന് എന്നെ നായി കടിച്ചതാണ്. എന്നെ കടിക്കാനുള്ള കാരണം ഞാൻ അതിൽ പറയാം ചുരുക്കിയിട്ട്. അപ്പോൾ ഇതിൻ്റെ തുടക്കം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് അറിയിക്കുകയാണ്. നമ്മളെ കാറൽമണ്ണ ഭാഗത്തുനിന്ന് സ്കൂൾക്ക് പോകാൻ വേണ്ടി റോട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കടിച്ചതാണ്. വന്ന് ഒരു രക്ഷിതാവടക്കം ഒപ്പം ഉണ്ടായിട്ട് വന്ന് കടിച്ചു കൊണ്ടുപോയി. അതിൻ്റെ വീഡിയോ ഞാൻ അതിലിടുന്നുണ്ട്. അത് എൻ്റെ നാട്ടിലുള്ള ആളെ പേരക്കുട്ടിയാണുള്ളത്. അപ്പം ഞാനിതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം വളരെ വീക്കാണ്. കാരണം കണ്ടമാനം നായും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് അവിടുന്ന് കടിച്ച് തൂതപ്പാലം കടന്ന് ഇങ്ങോട്ട് പോന്ന് ചെറിയ സ്കൂൾ മറ്റേ ഹൈസ്കൂളിൻ്റെ അവിടേക്ക് എത്തിയാനായേക്ക് ഞാൻ എൻ്റെ വറക് വിഷയമായിട്ട് പണിയിൽ പോയി വരുന്ന ടൈമിലാണ് എനിക്ക് വിളിച്ചത് നമ്മളെ കൂട്ടുകാരെ. അപ്പോൾ ഓൻ പറഞ്ഞു ഇന്ന ഭാഗത്ത് ഒരു നായ കടിച്ചിട്ട് നമ്മുടെ ഇവിടെ തൂത സ്കൂളിൻ്റെ ഇവിടെ ഉള്ള ഒരു ഷെഡിലുണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മളതിനെ പിടിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ വന്നത്. ആ വന്ന ഭാഗമായിട്ട് അവിടെ ചെല്ലാൻ ഷെഡിൻ്റെ ഉള്ളിൽ ഷട്ടർ താത്തിയിട്ട് പിടിക്കാമെന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ എരുത്തേക്ക് ചെന്നപ്പോഴേക്കും ആ സാധനം അവിടുന്ന് പോന്നു. അതാണ് ഉണ്ടായത്. അവിടുന്ന് പോന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. അതാണ് നിങ്ങളൊന്ന് ഇത് നമ്മൾ മറ്റുള്ളവരെ ഒന്ന് അറിയിക്കൽ നിർബന്ധമാണ്. കാരണം നമ്മളെ അവസ്ഥ വളരെ മോശമാണ്. കാരണം ഈ കുട്ടികൾ കുറേ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ എന്നെ അടക്കം കടിച്ചു പറയുമ്പോൾ ഞാൻ വലിയൊരു പ്രായമുള്ള ഒരാളാണ്. എന്നിട്ട് എന്നെ കടിച്ചു. കാരണം അപ്പോൾ ഈ കുട്ടികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മളെ കുട്ടികൾക്ക്. അതാണ് പറഞ്ഞത്. ഞാൻ തന്നെ എൻ്റെ കയ്യിലേക്ക് ചാടി കടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ കുട്ടികൾ എന്ത് ചെയ്യാൻ നിസ്സാരമായിട്ട് നിൽക്കല്ലാതെ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾ അതിൽ എല്ലാ ആളുകളും ചാണു പെണ്ണ് എന്നല്ല എല്ലാ കുട്ടികളും ഇടവയ്യ് പലയിടങ്ങളിലും ഇത് വലിയൊരു വിഷയമാക്കി മാറ്റാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത്. കാരണം ഞാൻ ഇതുകൊണ്ട് അനുഭവിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ നായി കടിച്ചിൽ എന്നെ സംബന്ധിച്ചുള്ളൊരു വിഷയമല്ല. നമ്മൾ വലിയൊരു മനുഷ്യനെന്നുള്ള രീതിയിൽ ഞാൻ നേരെ പോയി വാക്സിന് എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തു. അപ്പോൾ അതിന് ശേഷം എനിക്കുണ്ടായ കാര്യങ്ങൾ, ആ വാക്സിൻ എടുത്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ ഇതേ ബേസ് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വല്യമ്മാൻ്റെ കയ്യുമ്മ കടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടിക്ക് കടിച്ച വീഡിയോ അടക്കം ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ കണ്ടു നോക്കി. പിന്നെ എനിക്ക് കടി കൊണ്ടതിന് ശേഷം ഞാൻ ആ പട്ടിയെ പിടിച്ചതിൻ്റെ വീഡിയോ അടക്കം ഞാൻ അതിലിടുന്നു. എന്നിട്ട് അതിനെ കെട്ടി അവിടേക്ക് വെക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിന് മുമ്പ് അത് വരുന്ന ടൈമിൽ തന്നെ സാധനം വണ്ടി ഇടിച്ചിക്ക് എന്താണെന്നറിയില്ല, സാധനം ബ്ലഡും കാര്യങ്ങളൊക്കെ തന്നെ വന്നുകൊണ്ടിരുന്നു. അതിനെ കെട്ടി ഞങ്ങളവിടെ വെച്ചിക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ അവസ്ഥ, നമ്മളെ മക്കളെയാണ് നമ്മൾ നോക്കേണ്ടത്. ഉദ്യോഗസ്ഥർ നല്ലവണ്ണം ഇത് പ്രതികരിക്കണം. ഇതിൽ എൻ്റെ മോനോ അല്ലെങ്കിൽ നിങ്ങളെ മോനോ അല്ല, നമ്മുടെ മക്കൾ. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി നമ്മളെ മക്കളെ പോറ്റുന്ന ആ മക്കളുടെ അവസ്ഥയാണ് ഇപ്പോൾ ഈ പറയുന്നത്. അവർക്ക് നമ്മൾ പിന്നാലെ കൊണ്ടാക്കലൊന്നും ഇപ്പോൾ സ്കൂൾക്ക് നടക്കൂല. അല്ലെങ്കിൽ പുറത്തേക്കോല് കടയിലേക്ക് പോകുമ്പോൾ എന്താകാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിന് പറയാനുള്ളത്, ഇതിനുള്ള ശക്തമായൊരു തീരുമാനം ഗവൺമെൻറ് എടുക്കണം. കാരണം മനുഷ്യൻ്റെ സാധനം ഇപ്പോൾ ഈ ഒരു കയ്യിൻ്റെ വേദന, അപ്പോൾ ഞാൻ ഇതിൻ്റെ ചുറ്റുപുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഈ ചുറ്റുപുറം ഇതാ ഇത്ര ഭാഗം ഇഞ്ചക്ഷൻ എടുത്തത് ഇതിന് ചുറ്റുപുറം. ഈ ചുറ്റുപുറത്ത് ഇപ്പോൾ അളക്കാൻ പറ്റണില്ല, അമ്മാരത്തെ വേദന. കാരണം നമുക്കത് താങ്ങും. പിഞ്ചു കുഞ്ഞുങ്ങൾ അവിടെ വന്ന കുട്ടികളെ ഇപ്പോൾ ഞാൻ ആദ്യം കടിച്ച ആ കുട്ടിയുടെയൊക്കെ വേദന ഇനി എന്തായി. കാരണം ഞാൻ എനിക്ക് 2 വയസ്സായ ഒരു കുട്ടീനെ പൂച്ച മാന്തിയിട്ട് കടിച്ചിട്ടുണ്ട്. പൂച്ച മാന്തിക്കുക കടിച്ചാണെന്ന് പറഞ്ഞിട്ട് അതിനടിക്കണ കണ്ണെന്ന് വെള്ളം പൊട്ടും. ഞാൻ അവിടെ നീച്ചു പോയത്. ഇനി പിന്നെ ഒരു വല്യമ്മാൻ്റെ ഒക്കെ കൈമൊക്കെ സ്വന്തം വീട്ടിലിരിക്കണ ആ വല്യമ്മൻ്റെ വീട്ടിൽ സിറ്റ് ഔട്ടിലിരിക്കണം, അവിടെ വന്ന് നായി കടിച്ച്. നമ്മളിത് എനിക്ക് സംഭവിക്കുമ്പോൾ ഇത് എനിക്ക് സംഭവിച്ചതല്ല. കാരണം ഞാൻ ഇത് അങ്ങോട്ട് ചെന്നതാണ്. ഇങ്ങനൊരു വിഷയം പറഞ്ഞ് നമ്മളെ നാട്ടിൽ മറ്റുള്ളവരെ കടിക്കണ്ട എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് ഞാൻ പിടിച്ചതാണ്. അതിനെ പിടിച്ച് കെട്ടിടാൻ വേണ്ടിയിട്ട് നോക്കിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് കടി കിട്ടിയിട്ടുള്ളത്. പിന്നെ ആ സാധനം ഞാൻ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്.
അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സാധാരണ ഇരുകാലി എന്ന് പറയുന്ന മനുഷ്യന് ജീവിക്കാനുള്ള ഇടവർഗം, മൃഗങ്ങളെ നമ്മൾ കൊല്ലണോ അല്ലെങ്കിൽ മറ്റുള്ള ഉപദ്രവമുള്ള മൃഗങ്ങളെ കൊല്ലാനുള്ള ഒരു പെർമിഷൻ ഗവൺമെൻറ് കൊടുക്കണം. ഇതിനിപ്പം ഇനി എനിക്കെതിരായിട്ട് എന്ത് നടപടി എടുത്താലും എനിക്ക് പ്രശ്നമില്ല. ഈ ഒരു വിഷയം അതുകൊണ്ട് നാട്ടിലുള്ള ഒരു വിഷയമായതുകൊണ്ട്, ഇതിപ്പോൾ എൻ്റെ മോനോ മറ്റൊൻ്റെ മോനോ എന്നുള്ളതല്ല, മോളോ എന്നുള്ളതല്ല വിഷയം, മനുഷ്യൻ എന്നുള്ളൊരു പരിഗണന വെച്ചുകൊണ്ട് നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്താണ്. മനുഷ്യന് ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാകുമ്പോൾ ഇതിന് പരിഗണന ഉണ്ടാകണം. ഒരു അഭ്യർത്ഥനയാണിത്. ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൽ ചേർക്കുകയാണ്, വീഡിയോ നിങ്ങൾ കണ്ടോളി. ഓക്കെ. ഇതെല്ലാം പഠിക്കണു. പേപ്പറ്റി ഇതാ പേപ്പറ്റിയെ പിടിച്ചിട്ടുണ്ട്. നമ്മളെ സെക്യൂറാണ് പിടിച്ചിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ചോളി. ഓക്കെ. അവിടുന്ന് വാക്സിൻ എടുക്കുമ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ്. ഞാൻ എത്ര വലിയ മനുഷ്യനാണ്. ഓരോ കുരുന്നു ജീവനുകൾ, ഓരോ കുട്ടികൾ, ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ നമ്മൾ ചിന്തിക്കാനുള്ളതാണ്. അപ്പോൾ അത് കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രതികരിക്കണം, ഓരോ ആളുകളും. അപ്പോൾ അതുകൂടി അതിൽ ചേർക്കണം. ഓക്കെ. ഇവിടുന്ന് ഇങ്ങോട്ട് തയ്ക്കണം അല്ലേ?